എല്ലാവർക്കും നമസ്കാരം. മെഡിറ്റേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണല്ലേ. സോ മെഡിറ്റേഷൻ നമ്മൾ ഒരുപാട് ബുക്കുകളിലൂടെ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല അല്ലേ. സോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുഞ്ഞു മെഡിറ്റേഷൻ, തുടക്കക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുഞ്ഞു മെഡിറ്റേഷനാണ്. സോ ബിസി ലൈഫിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കുഞ്ഞു മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാനായിട്ട് പറ്റും. ട്രസ്റ്റ് മീ, ഇത് ഞാൻ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. ഒരു ബിസി ഡേ ആണ് എനിക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കുഞ്ഞു മെഡിറ്റേഷനോടെ അറ്റ്ലീസ്റ്റ് ഈ ഒരു കുഞ്ഞു മെഡിറ്റേഷനെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. സോ നിങ്ങളും ഈ ഒരു മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ മോർണിംഗ് മെഡിറ്റേഷൻ, രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾക്കും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതിന് കുറച്ച് ചെറിയ ചെറിയ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഇതുപോലെ ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു കസേരയിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബെഡിൽ ഇരുന്നുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കഴിവതും മുദ്ര ഇങ്ങനെ ആയിട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് റിസീവിങ് മോഡ്. നമ്മൾ യൂണിവേഴ്സിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുകയാണല്ലോ. സോ ദിസ് ഈസ് റിസീവിങ് മോഡ്. സോ ഈ ഒരു മുദ്ര പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ, തുടക്കം നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ മെഡിറ്റേഷൻ. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു മുദ്ര പിടിച്ച് ഇരുന്നുകൊണ്ട് നമ്മൾ പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ണ് അടയ്ക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാനായിട്ട് പോവുകയാണ്. സോ ഡീപ് ബ്രെത്ത് ആണ് എടുക്കാൻ പോകുന്നത്. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, exhale, inhale, exhale. ഇപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളിലേക്ക് ഒരു പ്രകാശം, ഒരു ഡിവൈൻ ലൈറ്റ് വരുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ബ്രൈറ്റ് വൈറ്റ് ലൈറ്റ്, ഒരു വെള്ള കളറിലുള്ളൊരു പ്രകാശം നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത്, തേർഡ് ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ തേർഡ് ചക്ര എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ലൈറ്റ് ഇങ്ങനെ വരികയാണ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ വെളിച്ചം നമ്മുടെ ബോഡിയിൽ എല്ലാം തന്നെ എത്തിച്ചേരുന്നു. നമ്മുടെ ബോഡി പ്യൂർ ഫോമിലേക്ക് വരുന്നൊരു അവസ്ഥയാണിത്. നിങ്ങളുടെ ചുറ്റും ആ ഒരു പ്രകാശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഡിവൈൻ ലൈറ്റ്. നിങ്ങൾ ഡിവൈൻ ലൈറ്റ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ ആ ഒരു പ്രകാശം, ആ ഒരു ദിവ്യ വെളിച്ചം നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. നമ്മൾ വളരെ റിലാക്സ് ആയിരിക്കുന്ന സമയമാണിത്. സോ ഇനി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മോസ്റ്റ് ഇമോഷണൽ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഇൻ ദ വേൾഡ്. യൂണിവേഴ്സിന് അത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഗോൾസും എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷവാനായിട്ടിരിക്കുന്നത്, ആരൊക്കെ കൂടെയുണ്ട് നിങ്ങളുടെ, അവരെയൊക്കെ ആലോചിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെ പറ്റി ആലോചിക്കുക. നിങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അതൊന്ന് ആലോചിച്ച് നോക്കുക. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് മൊമെൻറ്റ്. നിങ്ങൾക്ക് ശ്വസിക്കാൻ നല്ലൊരു വായു ചുറ്റുമുണ്ട്, വെള്ളമുണ്ട് നിങ്ങൾക്ക് കുടിക്കാനായിട്ട്, നിങ്ങൾക്കൊരു വീടുണ്ടായിരിക്കും, നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മളെ ഗ്രേറ്റ്ഫുൾ ആക്കുന്ന സംഭവങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഇവയൊന്നും ഇല്ലെങ്കിൽ നമ്മളാകില്ല, അല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്. നിങ്ങൾക്ക് നടക്കാം, കാണാം, കേൾക്കാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ബി ഗ്രേറ്റ്ഫുൾ. ഇതൊന്നുമില്ലെങ്കിലും യു ആർ അലൈവ് ടുഡേ. നിങ്ങൾ ഇന്നത്തെ ദിവസം എണീറ്റു എന്നുള്ളത്
ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആവാനുള്ളൊരു സംഗതിയാണ്. ഒരുപാട് പേര് ഇന്നത്തെ ദിവസം കാണാതെ പോയിട്ടുണ്ട്. യു ആർ അലൈവ്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഏറ്റവും നല്ല കാരണമാണ്. സോ ബി ഗ്രേറ്റ്ഫുൾ അറ്റ് ദിസ് മൊമെൻറ്റ്. ഫീൽ സോ ഹാപ്പി. താങ്ക് യു യൂണിവേഴ്സ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഗോള് കാണാൻ പോവാണ്. വാട്ട് ഡു യു റിയലി വാണ്ട്? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം? എന്താണ് നിങ്ങളുടെ ഏറ്റവും ലക്ഷ്യമായിട്ട് നിൽക്കുന്ന കാര്യം? വീടായിരിക്കാം, ജോലിയായിരിക്കാം, ഒരു ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കാം. എന്താണോ നിങ്ങളുടെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോവാണ്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? യു ഫീൽ സോ ഹാപ്പി, യു ഫീൽ സോ എക്സൈറ്റഡ്. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങൾ കാത്തിരുന്നൊരു ജോലി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ നിങ്ങളുടെ സന്തോഷം, അവരുടെ സന്തോഷം, ഇതെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. ഒരു വീടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നത്, ആ ഒരു ഗൃഹപ്രവേശം, ആ പുതിയ വീട്ടിലുള്ള മണം, ഇതെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. യു ഫീൽ സോ എക്സൈറ്റഡ്, യു ഫീൽ സോ ഹാപ്പി. കാരണം നിങ്ങളത് ചിന്തിക്കുമ്പോൾ നിങ്ങളത് ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്നത്. സോ സബ് കോൺഷ്യസ് മൈൻഡിന് ആ ഡിഫറൻസ് അറിയില്ല, റിയൽ ആണോ ഇമാജിൻ ചെയ്യാണോ എന്നുള്ളത്. സോ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഗോള് നമ്മളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഉറപ്പാക്കാൻ സാധിക്കുന്നത്. സോ ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ആ ഗോള് എന്താണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കാണുക. ഫീൽ സോ എക്സൈറ്റഡ്. ഇത് കാണുമ്പോൾ തന്നെ യു ഫീൽ സോ ഇമോഷണല്ലേ. നമ്മളെല്ലാം ഇമോഷണലായി പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ യു ബിക്കെയിം സക്സസ്ഫുൾ. താങ്ക് യു പറയുക യൂണിവേഴ്സിനോട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഈ ഒരു ഗോൾ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. താങ്ക് യു, ഐ എം ഹെൽത്തി. താങ്ക് യു യൂണിവേഴ്സ്, ഐ എം വെൽത്തി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ മൊമെൻറ്റ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പതുക്കെ നിങ്ങളുടെ കൈകൾ എടുക്കുക, ഒന്ന് റബ്ബ് ചെയ്യുക. ആ ഒരു ചൂട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ആ ഒരു എനർജി കണ്ണിൽ പതുക്കെ വയ്ക്കുക. യു ഫീൽ സോ എക്സൈറ്റഡ്, യു ഫീൽ സോ കാം. അതിനുശേഷം കഴുത്തിലേക്ക് വയ്ക്കുക. ശേഷം നമസ്തേ എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരിക. പതുക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആവുമ്പോൾ കണ്ണുകളൊന്ന് തുറക്കുക. ആൻഡ് ദിസ് ഈസ് മെഡിറ്റേഷൻ. ഇതൊന്ന് നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക. ഇതൊരു കുഞ്ഞു മെഡിറ്റേഷനാണ്. നമുക്ക് ഒരുപാട് സമയമെടുത്തല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ മെഡിറ്റേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അത് ഞാനത് ചെയ്തു തരുന്നതാണ്. സോ ഈ ഒരു മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 5 മിനിറ്റെങ്കിലും നമ്മുടെ ഗോളിനെ പറ്റി ആലോചിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും ഒക്കെ ഒന്ന് ഉപയോഗിക്കുക. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ലവ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ഇട്ടാൽ ദിസ് ഇസ് റോഷി മനോ സൈനിങ് ഓഫ്.